ഹിജ്റയുടെ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോകുകയാണ് എന്ന് സ്വഹാബികൾക്കിടയിൽ അറിയിക്കുകയാണ്. അതോടുകൂടി സ്വഹാബികളെല്ലാം റസൂലുള്ളാഹി തങ്ങളെ കൂടെ കൂടാൻ തീരുമാനിച്ചു. ചരിത്രത്തിൽ കാണാം, യതസാഹമൂന ഹൗലഹു യതതബ്ബഊന ഖുതാഹു വയഗ്സിലൂന അഅ്യുനഹും ബിറുഅയതിഹി എന്നാണ്. ആളുകളെല്ലാം നബിയുടെ കൂടെ തന്നെ നിന്നു. റസൂലുള്ളാഹി തങ്ങൾ പോകുന്നിടത്തെല്ലാം പോയി. ഇനി പറയുന്ന മനോഹരമായ ഒരു വാചകമാണ്, വയഗ്സിലൂന അഅ്യുനഹും ബിറുഅയതിഹി എന്നാണ്. റസൂലുള്ളാഹിനെ അങ്ങനെ കണ്ട് കണ്ണുകൾ അവർ കഴുകിക്കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ കരഞ്ഞു എന്നർത്ഥം. ശേഷം പറയുന്നു, വകഅന്നഹും യുശ്ഇറൂന അന്നഹൽ ലിഖാഉൽ അഖീർ. അവർക്കെല്ലാം മനസ്സിലായിരുന്നു റസൂലുള്ളാഹിൻ്റെ അവസാനത്തെ കണ്ടുമുട്ടലാണെന്ന്. ഖസ്വ എന്നു പേരുള്ള തൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിൽ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നിന്നു. എന്നിട്ട് താരീഖുൽ ബശരിയയിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടു പോയ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഖുത്ബത്തുൽ വിദാ എന്ന് പറയുന്നത്. വലിയ പ്രഭാഷണമൊന്നുമല്ല, മിനിറ്റുകൾ ദൈർഘ്യമുള്ള പ്രഭാഷണം. പക്ഷേ അത് മിനൽ ഖൽബിൽ ഖൽബായിരുന്നു. പക്ഷേ ഞാനിവിടെ പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു വാചകമാണ്, അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ ഹാദൽ മൗഖിഫ്. ഇനി ഇതുപോലെ അടുത്ത വർഷം നമുക്കിങ്ങനെ കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അത് റസൂലുള്ളാഹി അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഇൻദ ഹാദിഹിൽ ജുംല ഇഹ്തസ്സത്തിൽ ഖുലൂബ്, അവിടെ കൂടിയ മനുഷ്യ ഹൃദയങ്ങളെല്ലാം വിറക്കാൻ തുടങ്ങി. വബദഅ അസ്സഹാബത്തു യതബാദലൂന അൻ-നദറാത്ത്, സ്വഹാബികളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. വദ്ദുമുഉ തതസാഖതു ദൂന അൻ യുശ്ഇറു, അവരറിയാതെ അവരുടെ കണ്ണുകൾ അശ്രു പൊഴിക്കാൻ തുടങ്ങി. ഫഖദ് ഫഹിമു, അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അന്നൽ ഹബീബ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുവദ്ദിഉഹും, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഞങ്ങളോട് യാത്ര ചോദിക്കുകയാണ് എന്നവർക്ക് തിരിഞ്ഞിട്ടുണ്ട്. ആ ഒരു രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. എന്തുണ്ടെങ്കിലും അതിന് പരിഹാരം മുത്തുനബിയാണ്. അതല്ലാത്ത മറ്റൊരു ചിന്തയില്ല. സുഖത്തിലും ദുഃഖത്തിലും അവരാശ്രയിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളെയാണ്. അതിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്ത്, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്ത്, ഇതാ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചിട്ടില്ലേ? അല്ലാഹുമ്മ ഖദ് ബല്ലഗ്ത്, അല്ലാഹുമ്മ നഅം. സ്വഹാബികൾ പറഞ്ഞു, അതേ നബിയെ, നിങ്ങളല്ലാതെ ആരാണ് ഉത്തരവാദിത്ത നിർവഹണം ഇത്ര മനോഹരമായി പൂർത്തീകരിച്ചിട്ടുള്ളത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യബ്കി ബുകാഅൻ ശദീദൻ, കടുത്ത ഹൃദയമുള്ളവൻ എന്ന് ചരിത്രം പലവരും പ്രഖ്യാപിച്ച ഉമറാണ് കൂടുതൽ കരഞ്ഞത്. ഉമറിന് എങ്ങനെ കരയാൻ സാധിക്കാതിരിക്കും? ലൗ അസ്ലമ ഹിമാറു ഖത്താബിൻ മാ അസ്ലമ ഇബ്നു ഖത്താബ്. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മുമ്പ്, ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാൽ പോലും ഖത്താബിൻ്റെ മകൻ ഈ ഉമർ മുസ്ലിം ആവൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉമറിനെയാണ് ഹൃദയങ്ങൾക്ക് മാനസാന്തരങ്ങൾ ഉണ്ടാക്കിയ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട പറയാൻ പോവാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നഹാ ലഖുത്ബത്തു വിദാ, സഹോദരങ്ങളെ, ഇത് വല്ലാത്തൊരു പ്രഭാഷണമാണ്. റസൂലുള്ളാഹി ഇതാ നമ്മോട് വിട ചോദിക്കുകയാണ്. ഖദ് നുഇയ ഇലൈനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി നമ്മളിൽ നിന്ന് അസ്തമിച്ചു പോവാനിരിക്കുകയാണ്. ഉമർ കരുതിയ പോലെ, മറ്റു പലരും കരുതിയ പോലെ. ശേഷം റസൂലുള്ളാഹി തങ്ങൾ അധികകാലം ജീവിച്ചില്ല, ഇല്ലാ സലാസത അശ്ഹുർ, പിന്നെ 3 മാസമാണ് റസൂലുള്ളാഹി തങ്ങൾ ജീവിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം.